ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. റോയുടെ മുൻ മേധാവി ആലോക് ജോഷിയാണ് സമിതി ചെയർമാൻ. 7-അംഗ സമിതിയിൽ സൈനിക, പോലീസ്, വിദേശകാര്യ മേഖലകളിലെ പ്രമുഖ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ സേന നടത്തുന്ന വെടിവയ്പ് ഉൾപ്പെടെയുള്ള കരാർ ലംഘനങ്ങളെക്കുറിച്ച് ഇന്ത്യൻ സേനയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാൻ ഡിജിഎംഒയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇരു രാജ്യങ്ങളുടെയും ഡിജിഎംഒമാർ സൈനിക ഹോട്ട്ലൈൻ വഴി ആശയവിനിമയം നടത്തിയതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്ത് പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസ് കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നാടിന് സമർപ്പിക്കും. രാവിലെ 11-ന് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും മറ്റന്നാൾ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളിലും സമീപമുള്ള ഇടറോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. രാജ്യത്തിന്റെ വ്യാപാര, ചരക്ക് നീക്ക മേഖലയ്ക്ക് നിർണായക സ്ഥാനം നൽകുന്ന പുതിയ യുഗത്തിനാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ തുടക്കമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2028ഓടെ പദ്ധതി പൂർണ്ണ സജ്ജമാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭാവിയിൽ ദേശീയപാത അതോറിറ്റി കേരളത്തിൽ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികൾക്കും നിർമ്മാണ വസ്തുക്കളുടെ ജിഎസ്ടിയിലെ സംസ്ഥാന വിഹിതം, റോയൽറ്റി എന്നിവ ഒഴിവാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേരളത്തിന്റെ വികസനത്തിന് ഇത് അനിവാര്യമാണെന്ന സർക്കാർ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറിയത്. മെയ് 6-നാണ് തൃശൂർ പൂരം. മെയ് 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. ലോകത്തെ ആദ്യ ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025-ന് നാളെ മുംബൈയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും. ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന 4 ദിവസത്തെ ഉച്ചകോടി വിനോദ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന ചർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കും. മാധ്യമ, വിനോദ രംഗങ്ങളിലെ ആഗോള പ്രമുഖർ പങ്കെടുക്കും. പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടന് പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. കേസ് അന്വേഷണവുമായി വേടൻ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്ന് വനം വകുപ്പ് കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മെയ് ദിനാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തൊഴിലാളി സമൂഹത്തിന്റെ ഐക്യദാർഢ്യത്തിന്റെയും നിരന്തര പോരാട്ടത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ മെയ് ദിനവുമെന്ന് ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. വൃക്കരോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സൌമ്യ വധക്കേസ്, ഇലന്തൂർ നരബലി കേസ്, കൂടത്തായി ജോളി കേസ് തുടങ്ങി പ്രമാദമായ കേസുകളിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായിരുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വരും മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ തനത് നികുതി വരുമാനം 50,000 കോടിയിൽ നിന്ന് 1 ലക്ഷം കോടി രൂപയായി ഉയർത്താൻ കേരളത്തിന് സാധിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കൊയിലാണ്ടി സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാനായി പുതുക്കിയ കർമ്മ പദ്ധതി തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗനിർണയത്തിനുള്ള അപെക്സ് സെന്ററുകളായി സംസ്ഥാന PH ലാബ്, തോന്നയ്ക്കൽ IAV എന്നിവ പ്രവർത്തിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഫറൂഖ്, ബേപ്പൂർ, രാമനാട്ടുകര, കടലുണ്ടി, ചെറുവണ്ണൂർ, കരുവന്തുരുത്തി വില്ലേജുകളിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബേപ്പൂർ നിയോജക മണ്ഡല പട്ടയം അസംബ്ലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഇരിട്ടി പുന്നാട് കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലെ നീന്തൽക്കുളം നാളെ നാടിന് സമർപ്പിക്കും. വി ശിവദാസൻ MP ഉദ്ഘാടനം നിർവഹിക്കും. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം പുരോഗമിക്കുന്നു. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ പഞ്ചാബ് 5-ാം സ്ഥാനത്തും ചെന്നൈ 10-ാം സ്ഥാനത്തുമാണ്. തൃശൂർ അയ്യന്തോളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസിന്റെ പിടിയിലായി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.